നമസ്കാരം. യു പിയിലെ ഹാത്രസിൽ ഒരാൾ ദൈവത്തിന്റെ അനുഗ്രഹം തേടാനെത്തിയവർ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ച വാർത്ത രാജ്യം മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു അപകടം രാജ്യത്ത് ആദ്യമല്ലെങ്കിലും യു പി സർക്കാർ ഈ ദുരന്തത്തോട് സ്വീകരിച്ച അലസ സമീപനം പ്രതിപക്ഷം വിമർശന വിധേയമാക്കുന്നുണ്ട്. ആൾ ദൈവത്തിനെതിരെ യു പി പോലീസ് ഇനിയും കേസെടുത്തിട്ടുമില്ല. ഈ ദുരന്തത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠമെന്താണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ്, വലത് നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, യുക്തിവാദി പ്രശാന്ത് ഗിതാപുൽ എന്നിവർ. ആദ്യം നിജേഷ് അജയ് റായ് ആണ് അല്പം മുമ്പ് സംസാരിച്ചത്. അജയ് റായ് യു പിയിലെ PCC അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത് ഈ ദുരന്തത്തിന്റെ ഒരു തീവ്രത കൂട്ടിയത് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നാണ്. അങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം എന്താണ്? വളരെ അതിനാവശ്യമായ ആ വലിയ ആൾക്കൂട്ടത്തിന് ആവശ്യമായ എന്തെങ്കിലും ഒരു മുന്നൊരുക്കം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഈ മനുഷ്യൻ നേരത്തെയും ഇതുപോലെ ആൾക്കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായി പെർമിഷൻ വാങ്ങിയ ഒരു പദ്ധതിക്ക് 2-2.5 ലക്ഷം ആളുകൾ ഒത്തുകൂടുന്ന സമയത്ത് ആവശ്യമായൊരു മുന്നൊരുക്കം ഈ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ക്ലിയറാണ്. അപ്പോൾ അതാണ് അവിടെ അജയ് റായ് പറഞ്ഞിരിക്കുക. അജയ് റായ് മാത്രമല്ല, അഖിലേഷ് യാദവ് പറഞ്ഞു, പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞു. ഇതൊക്കെ വന്നപ്പോഴും ഒരു സ്വാഭാവിക നടപടികൾക്ക് അപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്നുണ്ടായോ? ഇനി ഇതൊക്കെ പോട്ടെ, ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇന്നും ആ ആൾ ദൈവത്തിനെതിരെ കേസെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇവിടെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ട് FIR പോലും ഇട്ടിട്ടില്ല. ഇതൊക്കെ സ്വാഭാവികമായ ഒരു സംഭവമാണ് എന്ന രീതിയിൽ നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ഗവൺമെൻറ് ഭാഗത്തുള്ളതായിട്ട് ആർക്കും ഫീൽ ചെയ്യും. അപ്പോൾ അത് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് ഒരു ശരിയായ നടപടിയാണോ എന്ന്. ഇതിന് 2 തലമുണ്ട്. അതിൽ ഒന്നാമത്തെ തലം പെട്ടെന്നുണ്ടായ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവും ഒരു ലോ ആൻഡ് ഓർഡർ കണ്ടീഷനെ കൃത്യമായി നിലനിർത്താൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്, ക്ലിയറാണ്. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ഒരു ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇന്നലെ ആ മൃതദേഹങ്ങളൊക്കെ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ട ഒരു സീൻ നമ്മൾ ആശുപത്രിയിൽ നിന്ന് കണ്ടു. പരിക്കേറ്റവർക്ക് കൃത്യമായ ഓക്സിജൻ കൊടുക്കാൻ പോലും ഇല്ലായിരുന്നു എന്ന് ഈ ബന്ധുക്കളും പരാതിപ്പെടുന്നുണ്ട്. അത് ഒരു എന്താണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്യാനുള്ളൊരു സംവിധാനം അവിടെ ഇല്ല എന്നുള്ളത് ഇപ്പോഴല്ല, മുമ്പും തെളിയിക്കപ്പെട്ടതാണ്. പണ്ട് ഈ കോവിഡ് കാലത്തും നാം കണ്ടതാണ് ഓക്സിജന്റെ ഷോർട്ടേജ്. അങ്ങനെ പല പ്രശ്നങ്ങളും യു പിയിലുണ്ട്. അല്ല, ഗോരഖ്പൂരിൽ അന്നത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. ആശുപത്രിയിൽ ആളുകൾ മരണപ്പെട്ടു വീണ അവസ്ഥ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ആ വാർത്ത വന്ന സമയത്ത് തന്നെ കണ്ടിരിക്കുന്നു. കിട്ടാവുന്ന വാഹനങ്ങളിൽ പോയി മൃതദേഹം കുമിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉത്തർപ്രദേശിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനത്ത് ദീർഘകാലമായ BJPയുടെ ശക്തി കേന്ദ്രത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുകയും ഒരു UP മോഡൽ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് മറുഭാഗത്ത് പറയുകയും ചെയ്യുമ്പോൾ ഇതാണോ UP മോഡൽ എന്നുള്ളൊരു ചോദ്യം. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനം, ആ സംസ്ഥാനത്തിന് ആവശ്യമായ ഒരു ആശുപത്രി സൗകര്യങ്ങളില്ല, ഇടപെടാനുള്ള സൗകര്യങ്ങളില്ല. ഏതൊരു ദുരന്തമുണ്ടായാലും ഒരു വാഹനം വരുന്നു, അവിടുന്ന് ആളുകളെ കൊണ്ടുവരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു സംവിധാനം, ഒരു സ്ട്രക്ചർ അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഭരണകൂടം. ഇവിടെയൊക്കെ ഭരണകൂടം വിശ്വസിക്കുന്നത് ബുൾഡോസർ രാജ്, എല്ലാത്തിനെയും ഇടിച്ചു നിരത്തലാണ് ഞങ്ങളുടെ ഭരണ സംവിധാനം. കുറേ കുറേ ദൈവങ്ങളെ സൃഷ്ടിക്കലാണ്, കുറേ ആളുകളെ ഒരു മായാ വലയത്തിനാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നൊരു ധാരണ നിർഭാഗ്യവശാൽ ഈ ഭരണകൂടത്തിന് ഉണ്ടായി. ആ ഭരണകൂടത്തിനുണ്ടായ ആ ധാർഷ്ട്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തയാണ് ഇതിലേക്ക് എത്തിച്ചത്. ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം എന്താണ് ഉണ്ടായത്? നമ്മൾക്ക് തന്നെ അറിയാം. നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിനകത്ത് അദ്ദേഹം തിരഞ്ഞെടുത്ത ഗ്രാമത്തിൽ മലയാളി റിപ്പോർട്ടർമാർ പോയി പറഞ്ഞ വാർത്തയാണ് ഒരു ഐ ഓപ്പണിംഗ് ആയിട്ട് മാറിയത്. അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് വാരാണസിയിലുള്ള വാർത്തകൾ പുറത്തു വന്നു. സമാനമായ സംഭവങ്ങളാണ്. നിങ്ങൾ ലക്നൗ ടൗണിൽ പോയി കഴിഞ്ഞാൽ 1000 ആനയുടെ പ്രതിമയുള്ള കൻഷിറാമിൻ്റെ പേരുള്ള പാർക്ക് കാണാം. അവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 30 രൂപ ദിവസക്കൂലിക്ക് നെയ്ത്ത് തൊഴിലേർപ്പെട്ട ആളുകളെയും കാണാം. ഇതാണ് ലക്നൗ പട്ടണത്തിൻ്റെ അവസ്ഥ. UP യിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾക്കറിയാം, ഒരിടത്ത് BJPയുടെ കൊടിവെച്ച ചില വലിയ കാറുകൾ കാണുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉത്തർപ്രദേശിൻ്റെ ഗ്രാമങ്ങളിൽ പോയാൽ കാണാം. ഇപ്പം നമുക്ക് ഇവിടെ ഒരു വലിയ നമ്മുടെ ലുലു മാൾ ഉയർന്നു വരുന്നതായി കാണാം. അത് ആര് വാങ്ങും? ഞാനപ്പം ചിന്തിച്ചു, അത് കണ്ടപ്പോൾ ആരാണ് അവിടുന്ന് സാധനം വാങ്ങാൻ, ആ ബൈയിങ് കപ്പാസിറ്റിയുള്ള ആൾ ആരാണ് എന്ന് പോലും നമുക്ക് ചിന്തിക്കില്ല. അത്രയ്ക്കേറെ പ്രയാസം, ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിക്കൊണ്ട് UP മാറ്റപ്പെട്ടു കഴിഞ്ഞു. UP അതിലേക്ക് ആയിക്കഴിഞ്ഞു. അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയാണ്. ഒരുപക്ഷെ അതിന് മാറ്റമുണ്ടാക്കാനുള്ളൊരു സാധ്യതയായിരിക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത്. കാലത്തിൻ്റെ മുന്നിൽ നടന്നില്ലെങ്കിലും കാലത്തിനോടൊപ്പം നടക്കുന്ന ഭരണാധികാരികളെങ്കിലും വന്നാൽ മാത്രമേ എപ്പോഴും ഇതിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള
ദൈവിക സൃഷ്ടി കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുന്ന, യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന, രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു ഭരണ നേതൃത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നമ്മൾക്ക് തന്നെ അറിയാം, എൻ്റെ ചിതാഭസ്മം ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ വിതറി അവിടെയുള്ള കർഷകൻ്റെ മണ്ണിലെത്തണം എന്ന് പറഞ്ഞ, ഞാൻ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് അണക്കെട്ടുകൾ ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞ, സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്നും ഞാനൊരു ദൈവമാണ്, ഞാനൊരു ജൈവിക ജനനമല്ല, ഞാനൊരു ദൈവമാണ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയിലേക്കുള്ള അകലം തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ പിന്നോക്കാവസ്ഥയുടെ സൂചകം എന്ന് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. ശരി, പ്രശാന്ത്, സാധാരണ രീതിയിൽ ഈ സ്റ്റാമ്പേഡ് അല്ലെങ്കിൽ ആൾക്കൂട്ടം സൃഷ്ടിക്കുന്ന തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിക്കുന്ന ഇന്ത്യയിലൊരു പുതിയ വാർത്തയൊന്നുമല്ല. നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സമാനത എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ മതപരമായ ചടങ്ങുകൾ നടക്കുന്നിടത്താണ് ഇത്തരം അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. അവിടെ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക എന്നുള്ള പണി അത് ആരാണ്? അതിൻ്റെ ഓർഗനൈസേഴ്സ് ചെയ്യണമോ അതല്ല ഭരണകൂടം ചെയ്യണമോ എന്നുള്ള ചർച്ചയുമുണ്ട്. ഈ സംഭവത്തിൽ നിന്ന് സമൂഹം പഠിക്കേണ്ട പാഠം എന്താണ് പ്രശാന്ത്? ഈ സംഭവത്തിൽ നിന്ന് സംഭവം പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ജെയിംസ്, നമുക്ക് ഈ ഭോലെ ബാബ എന്ന് അറിയപ്പെടുന്ന ഇദ്ദേഹം, അതായത് ഈ നാരായൺ സാഗർ ഹരി എന്ന പേരിൽ അല്ലെങ്കിൽ പൂർവാശ്രമത്തിൽ സൂരജ് പാൽ സിംഗ് എന്ന് പറയുന്ന ഈ ആൾദൈവത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് എത്രത്തോളം കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. വളരെ പെട്ടെന്നാണ് ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ആൾദൈവങ്ങൾ ഉണ്ടാവുന്നതും അവർക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നതും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ ഒരു കാര്യം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്നാണ്, UP പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വിട്ടുകൊണ്ട് ഇദ്ദേഹം വളരെ പുതിയൊരു തലമുറയുടെ ജനറേഷൻ X-Z പെടുന്ന ഒരു ആൾദൈവമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലീൻ ഷേവും മൊട്ടത്തലയൊന്നുമല്ല. കൃത്യമായി ചില അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം പേജിൽ പോലും ചിലപ്പോൾ സൂട്ടൊക്കെ ധരിച്ചിട്ടുള്ള ഒരു ബാബയാണ്. അപ്പോൾ ഇത്തരം ബാബകൾക്കൊന്നും ഒരു അക്കൗണ്ടും ഇവിടെ, അതായത് ഇവർ വരുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നില്ല. നമുക്ക് എത്രയോ ആൾക്കാർ, പാഷാറാം ബാബുമാരും ഗുർമീത് റാം റഹീംമാരും ഒക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വലിയ ഘടകം മതം തന്നെയാണ്, അല്ലെങ്കിൽ മതം പോലെയുള്ള വിശ്വാസം തന്നെയാണ് എന്നാണ് ഇതിനകത്തുനിന്ന് സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനകത്തുനിന്ന് സമൂഹം എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇതൊരു വലിയൊരു ബിസിനസ് കൂടിയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം, ഇപ്പോൾ ഏതാണ്ട് അവിടെ പറയുന്ന 1 ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആളുകളെ കൊണ്ടുവരാനെങ്കിൽ, പരസ്യം ചെയ്യാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്ര ആളുകളെ എത്തിക്കാനാണെങ്കിൽ പോലും നടന്നിട്ടുള്ള ഒരു PR വർക്കിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്ന ബിസിനസ്, അതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ പലപ്പോഴും ഇതിനകത്ത് വരാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ കുംഭമേളകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ പോലും അതിനകത്ത് ഈ സ്റ്റാമ്പേഡുകൾ, ക്രൗഡ് ക്രഷ് എന്ന് പറയുന്നത് സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു സാധനമാണ് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാമ്പേഡ്സ് ഇൻ ഹിന്ദു ടെമ്പിൾസ് ഇന്ത്യ എന്നൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും പ്രതിവർഷമോ അല്ലെങ്കിൽ ഇടവിട്ട് കൃത്യമായ ഇടവേളകളിലുണ്ടാവുന്ന, അതുപോലെ നമ്മുടെ പുല്ലുമേട് ദുരന്തം പോലെ ശബരിമലയിലൊക്കെ ഉണ്ടാവുന്ന പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ, അത് പ്രത്യേകിച്ച് മതവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സാധാരണ ഉയർത്തുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് പ്രത്യേകിച്ച് മതവുമായി ബന്ധമുണ്ടോ, ഇല്ല ഇത് ഇനിയിപ്പോൾ യുക്തിവാദികൾ പരിപാടി നടത്തിയാലും സ്റ്റാമ്പേഡ് ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു നിയമം അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും, വളരെ അഗ്രസീവായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്ന, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമുക്ക് എറണാകുളത്ത് ക്യൂസാറ്റിൽ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായത്. അവിടെ പ്രിൻസിപ്പളിനെതിരെ വരെ കേസെടുത്ത് കഴിയുന്നു. അവിടെ മരണപ്പെട്ട ഓരോ ജീവനും വിലപ്പെട്ടതാണ്. പക്ഷെ ഒരു 3 ജീവനുകളാണ് നമുക്ക് അന്ന് പൊലിഞ്ഞത്. പക്ഷേ ഇവിടെ 100 കണക്കിന് ആളുകൾ മരിച്ചിട്ടും, അല്ലെങ്കിൽ 120ഓളമാണ് അവസാനത്തെ ഡെത്തോളം. അത്രയും ആളുകൾ മരിച്ചിട്ടും ഈ ഭോലെ ബാബയ്ക്കെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ അവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മറ്റ് പരിപാടികൾക്കാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഭരണകൂടം വളരെ കൃത്യമായി ഇടപെടും. പക്ഷെ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ഭരണകൂടങ്ങൾക്ക് പോലും പേടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്ന രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ തന്നെ, അദ്ദേഹം തന്നെ അന്ധവിശ്വാസ നിയമത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ജെയിംസ്, എനിക്കിതിനകത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ലോകസഭയിൽ ഇവിടെ ശിവൻ്റെയും ബുദ്ധൻ്റെയും അതുപോലെ തന്നെ ഖുറാൻ്റെയും വചനങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പുറത്ത് നിന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നത്. അതെന്തിൻ്റെ പേരിലാണെങ്കിലും മതം രാഷ്ട്രീയത്തിൽ ഇന്നതൊരു സത്യമാണ്. മതം രാഷ്ട്രീയത്തിൽ കലരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതൊരു വശമായി നിൽക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കുന്ന സമയത്ത് അതെല്ലാം മാറ്റി വെക്കണം, അല്ലെങ്കിൽ അങ്ങനെ വെക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇത്തരം മാൻ മെയ്ഡ് ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിതമായ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, രാഹുൽ ഈശ്വർ, ഇവിടെ പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മതപരമായ ചടങ്ങുകളിൽ ആണ് പ്രധാനമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇതിനെ ജനറലൈസ് ചെയ്യാണ്. എല്ലാ മതചടങ്ങുകളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് യുക്തിവാദികൾ സമ്മേളനം നടത്തിയാൽ ഇത് സംഭവിക്കാം. ക്യുസാറ്റിൽ നമ്മൾ കണ്ടതാണ്. ക്യുസാറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ്. അപ്പോൾ മതമോ സയൻസോ രാഷ്ട്രീയമോ ഒന്നും അല്ല പ്രശ്നം. ഈ സംഘാടനം കൃത്യമാക്കുക, സംഘാടനത്തിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക, ഇതാണ് പ്രധാനം. പക്ഷേ ഇവിടെ പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ ക്യുസാറ്റിൽ ആ സംഭവം ഉണ്ടായപ്പോൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവിടെ ഈ ആൾദൈവം എന്നറിയപ്പെടുന്ന ആ മനുഷ്യനെതിരെ ഒരു കേസ് പോലുമില്ല എന്നുള്ളത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യമല്ലേ? രണ്ട് കാര്യങ്ങൾ. ആദ്യം തന്നെ ദൗർഭാഗ്യവശാൽ ഒരുപാട് ആൾക്കാർ മരിച്ചു. അവരുടെ എല്ലാം കുടുംബങ്ങൾക്ക് എന്നും വലിയ നഷ്ടമാണ്. അവർക്ക് പ്രണാമം അർപ്പിക്കുന്നു. അവർക്ക് മനഃശാന്തി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. രണ്ട്, ലോകത്ത് സ്റ്റാമ്പീഡ് ഉണ്ടാകുന്നത് മതപരമായ ചടങ്ങുകൾക്ക് മാത്രമാണോ? എനിക്ക് സംശയമുണ്ട്. ലോകത്തെ പല സ്റ്റാമ്പീഡുകളും എടുത്തു നോക്കിയാൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാറ്. ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ മരിച്ച സ്റ്റാമ്പീഡുകളിലൊന്ന് നമ്മുടെ കംബോഡിയയിലെ വാട്ടർ ഫെസ്റ്റിവലിലെ സ്റ്റാമ്പീഡിലൊന്നാണ്. നവംബർ 2010 സംഭവിച്ചത്. 347ഓളം പേര് മരിച്ചു. പരിശുദ്ധ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാൻ പോകുമ്പോൾ 1000-ലേറെ ആൾക്കാർ മരിക്കുകയും ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹീറ്റ് വേവ് കൊണ്ട് 500-ലേറെ ആൾക്കാർ മരിക്കുകയും ചെയ്ത ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. നമ്മുടെ ശബരിമലയിൽ 106ഓളം പേര് മരിക്കുന്ന സംഭവം ഉണ്ടായി. അവിടെ ആദ്യം എത്തിയ വ്യക്തികളിലൊന്നും ഞാനാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദൗർഭാഗ്യകരമായ സംഭവങ്ങളുണ്ടായി. അപ്പം ക്രൗഡ് മാനേജ്മെന്റിന്റെ പ്രശ്നമല്ലേ ഇതൊരു അവസരമായിട്ടെടുത്ത് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ദൈവങ്ങൾ എന്നൊക്കെ വിളിച്ച് അവർക്കെതിരെ ഒരു ക്യാമ്പയിൻ നിർമ്മിക്കുന്നത് എത്രമാത്രം ധാർമ്മികമാണ്, മനുഷ്യനാണ് എന്ന് മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നവരൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അതായത് ദൗർഭാഗ്യവശാൽ ഒരു മരണം നടന്നു. ആ മരണം ഏതൊരു ഒക്കേഷനും നടക്കാം. നാളെ യുക്തിവാദികൾ പരിപാടി നടത്തിയാലും നടക്കാം, സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും പരിപാടി നടത്തിയാലും നടക്കാം, ഒരു ബ്രിഡ്ജിന്റെ മേലുള്ള വാട്ടർ ഫെസ്റ്റിവൽ നടക്കാം, അങ്ങനെ പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് നടക്കാം. അപ്പോൾ അതിന് സയന്റിഫിക് ക്രൗഡ് മാനേജ്മെന്റ് വേണം, അതിന് വ്യക്തമായ സ്റ്റെപ്പുകൾ വേണം എന്ന് പറയുന്നതിന് പകരം തങ്ങളുടെ പ്രത്യയശാസ്ത്രം ഇതിലേക്ക് കൊണ്ടുവരാനും രാഷ്ട്രീയം ഇതിലേക്ക് കൊണ്ടുവരാനും തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയും എതിർക്കാൻ ഒരു മരണത്തെ പോലും ദുരുപയോഗം ചെയ്യുന്നതിന് നമ്മുടെ ഒരു മനുഷ്യത്വം അനുവദിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇനി എവിടെയാണ് നമുക്ക് ഇതിന് വേണ്ടത് എന്താണ്? ഇനി രണ്ടംഗം നേരത്തെ ചോദിക്കുകയുണ്ടായി, ഈ ആൾദൈവ ഈ സോ കോൾഡ് ആത്മീയ ഗുരുവിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ആൾദൈവം എന്ന് വിളിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യണോ? റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിനും ബാക്കി എല്ലാവർക്കും ഉള്ള ഷെയർഡ് റെസ്പോൺസിബിലിറ്റി അല്ലേ ഉള്ളത്. അതായത് നമുക്ക് കൃത്യമായ ചില ചട്ടങ്ങൾ വേണം. 100 ആൾക്ക് ഒരു വോളണ്ടിയർ സേന പോലെ 100 ആൾക്കാർ വരികയാണെങ്കിൽ 5 ആൾക്കാർ അതിനെ വോളണ്ടിയറായി ക്രൗഡ് കൺട്രോളിന് വേണ്ടി വെക്കണം. 1000 ആൾക്കാർ വരികയാണെങ്കിൽ 50 പേര് വേണം. 10,000 ആൾക്കാർ വരികയാണെങ്കിൽ ആനുപാതികമായി 500 പേര് വേണം എന്ന രീതിയിൽ സ്ട്രക്ചേർഡായി സിസ്റ്റമിക്കായ റെഗുലേഷൻസും മറ്റും കൊണ്ടുവരണം എന്ന് പറയുന്നതിന് പകരം ഇത് ആൾദൈവങ്ങളുടെ പ്രശ്നമാണ്, മതത്തിന്റെ പ്രശ്നമാണ്, വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, നരേന്ദ്രമോദി ഞാൻ ദൈവമെന്ന് സ്വയം വിളിച്ചതിന്റെ പ്രശ്നമാണ്. ഒന്നും നരേന്ദ്രമോദി സ്വയം ദൈവമെന്നൊന്നും പറഞ്ഞില്ല, അത് ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങനെ ആക്കിയതാണ്. അപ്പം നമ്മുടെ ഉള്ളിലെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഒരു മരണത്തിന് പോലും കൊണ്ടുവരികയാണെങ്കിൽ അത് തീർച്ചയായും നമ്മളുടെ മനുഷ്യത്വത്തെ സ്വയം ചോദ്യം ചെയ്യേണ്ട ഒരു അവസരമാണ്. ഇനി നമുക്ക് വേണ്ട എന്താ? സയന്റിഫിക് ക്രൗഡ് മാനേജ്മെന്റ്, സയന്റിഫിക് ക്രൗഡ് കൺട്രോൾ, വളരെ സ്ട്രിക്റ്റ് ആയ ചട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യലേ വേണ്ടത്. ഇപ്പൊ ഈ സംഭവത്തിൽ തന്നെ ഇവിടെ 40ഓളം പോലീസുകാരുണ്ട് എന്നാണ് കണക്ക്. പക്ഷേ പ്രതീക്ഷയിൽ നിന്ന് വളരെയധികം ആൾക്കാർ വന്നു. കൂടുതൽ പോലീസുകാരെ ഡെപ്യൂട്ടി ചെയ്യണം, ഇന്റലിജൻസ് സംവിധാനങ്ങൾ വേണം. ഇത്തരം കാര്യങ്ങളല്ലേ നോക്കുകയുള്ളത്. നമ്മുടെ നാട്ടിൽ ആറ്റുകാൽ പൊങ്കാല നടക്കാറില്ലേ? 30 ലക്ഷത്തോളം ആൾക്കാർ, എസ്പെഷ്യലി സ്ത്രീകൾ വന്ന് ഭംഗിയോടെ പൊങ്കാല ഇട്ടിട്ട് പോകുന്നു. ഇവിടെ ഗവൺമെന്റും, ലെഫ്റ്റ് ഗവൺമെന്റ് ആണെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിലും ഇനി നാളെ വേറെ ഏതാ ഗവൺമെന്റ് ആണെങ്കിലും എത്ര മനോഹരമായി നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒരു നഗരം യാഗശാലയായിട്ട് പോലും ആ ഉച്ചയ്ക്ക് മുമ്പ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് തീർക്കുന്നു. അപ്പം മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ദൈവത്തിന്റെയോ അല്ല, മനുഷ്യന്റെ കഴിവുകേടിന്റെ പ്രശ്നം, നമുക്ക് സംവിധാനങ്ങളില്ലാത്തതിന്റെ പ്രശ്നം ബാക്കി ആരുടെങ്കിലും തലയെ കെട്ടിയേൽപ്പിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അത് സ്വയം കറക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ അവസരത്തെ ഇല്ലാതാക്കുന്നതുമാണ്. ശരി, നിജേഷ്, ഇവിടെ ഈ ദുരന്തം ഉണ്ടാവാനുള്ള കാരണമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാരണം ഈ ഗോഡ്മാൻ, ഈ ആൾദൈവം എന്നറിയപ്പെടുന്ന ആളുടെ കാലിനടിയിലെ പൊടി, അയാൾ ചവിട്ടി നടക്കുന്ന കാലിനടിയിലെ പൊടിയാണ് ഈ ജനങ്ങൾ പ്രസാദമായി സ്വീകരിക്കുന്നത്. അപ്പോൾ ആ പൊടി ശേഖരിക്കാൻ വേണ്ടി ജനം
തിക്കിത്തിരക്കിയതാണ് ഈ അപകടത്തിന് കാരണം എന്ന് പറയുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആവശ്യം ഈ ആൾദൈവങ്ങളെ നിയന്ത്രിക്കാനും അന്ധവിശ്വാസങ്ങളെ നിയന്ത്രിക്കാനുമുള്ള നിയമം വേണം. മഹാരാഷ്ട്രയിൽ അങ്ങനെയൊന്നുമുണ്ട്. മഹാരാഷ്ട്രയിൽ ആ നിയമം വന്നതിന് പിന്നിൽ നരേന്ദ്ര ദാഭോൽക്കർ എന്ന ഒരു ആക്ടിവിസ്റ്റിൻ്റെ ജീവൻ്റെ വില കൂടിയുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റിലും ഈ നിയമം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് രാഹുൽ ഈശ്വറി ചോദിക്കുന്നത്, എന്തിനാണ് ഈ ആൾദൈവങ്ങളുടെ മെക്കിട്ട് തീർക്കുന്നത് എന്ന ചോദ്യത്തിന് അതെന്താണ് മറുപടി? രണ്ട് കാര്യം. രാഹുൽ ഒരു നിമിഷം, ഞാൻ നിജേഷിനോടാണ്. കേട്ടില്ല എന്നോടാണ് തെറ്റിദ്ധരിച്ചു. ഓക്കെ, ക്ഷമിക്കണം. അജിൻസ്, സാമൂഹ്യ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് ഭരണാധികാരികളുടെ വിൽ പവറിൻ്റെ ഒരു റിസൾട്ടാണ്. നമ്മൾക്കറിയാം, സതി അനുഷ്ഠിച്ചിരുന്ന സമയത്ത് അത് ശരിയായ ആചാരമായിരുന്നു. പക്ഷേ അത് നിരോധിച്ച സമയത്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കി സതി ഇന്ന് അനുഷ്ഠിക്കുന്ന സമയം, അല്ലെങ്കിൽ സതിയെപ്പറ്റി പറയുന്ന സമയത്ത് ഒരു ദുരാചാരമാണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല. രാജാറാം മോഹൻ റോയ് പോലെയുള്ള ആളുകളാണ്, നവോത്ഥാന നായകരാണ് അതിന് കാരണമായിട്ടുള്ളത്. ഇന്നൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആ കോസ് ഈ ആൾദൈവം തന്നെയാണ് എന്ന് പറയാൻ അങ്ങ് അമേരിക്ക വരെ ഒന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഒരു കാലടിപ്പാടുകളിലെ മണ്ണ് ശേഖരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ സാധാരണക്കാരായ ജനത, സ്ത്രീകൾ അങ്ങ് തിങ്ങിക്കൂടുന്ന സമയത്ത് ഇതൊരു അന്ധവിശ്വാസമാണ്, ഇത് ശരിയല്ല എന്ന് പറയാൻ്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്. നിർഭാഗ്യവശാൽ രാജ്യം മുകളിലോട്ട് സഞ്ചരിക്കേണ്ടതിന് പകരം താഴോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കണ്ടിട്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾ പറയുക. അതുകൊണ്ടാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ ഉദാഹരണമായി പറഞ്ഞത്. നമ്മൾക്ക് തന്നെ അറിയില്ലേ, നമ്മളൊക്കെ വീടിനകത്ത് ഇരുന്ന ഒരു കാലഘട്ടത്തിൽ കോവിഡ് വല്ലാതെ ബുദ്ധിമുട്ടിച്ച സമയത്ത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞു, രാത്രി വീടിൻ്റെ മുകളിൽ കയറി പാത്രം മുട്ടിയിട്ട് ഗോ കോവിഡ് ഗോ എന്ന് മുദ്രാവാക്യം വിളിക്കാൻ, ലൈറ്റ് അടിച്ച് ഗോ കോവിഡ് ഗോ എന്ന് മുദ്രാവാക്യം വിളിക്കാൻ അത് ആവർത്തിച്ച ടെക്കികളായ ആളുകൾ ഈ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് തെളിവ്. അത് രാജ്യത്തിൻ്റെ പിറകോട്ട് പോക്കാണ്. രാജ്യം മുന്നോട്ട് പോയിരുന്നു ഒരു കാലഘട്ടത്തിൽ, ഒരു സംശയവുമില്ല. നമ്മൾക്കറിയാം, ലോകത്തിൻ്റെ ഏത് സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും 1986 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിക്കൊണ്ട് മാറ്റമുണ്ടായി എന്നും 20 വർഷം കൊണ്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഇന്ത്യക്കാർ പോയി എന്നും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അവസാനത്തെ ഇന്ത്യ ടുഡേ മലയാളം പതിപ്പ് വന്ന സമയത്ത് ഒരു കവർ സ്റ്റോറി ഉണ്ടായിരുന്നു, 2 മാസം എടുത്ത കവർ സ്റ്റോറി. അതിൽ പറഞ്ഞത് മസ്തിഷ്കങ്ങൾ തിരിച്ചു വരുന്നു ഇന്ത്യയിലേക്ക് എന്നാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത മസ്തിഷ്കങ്ങൾ അവർ കേപ്പബിൾ ആയ സ്റ്റേറ്റ് ആയതുകൊണ്ട് തിരിച്ചു വരുന്നതാണ്. അതാണ് രാജ്യത്തിന്റെ സൂചിക മുകളിലോട്ട് പോകുന്നത്. അവിടുന്ന് തിരിച്ച് വീണ്ടും ഇതിലേക്ക് പോകുന്ന സമയത്ത് അധികാരത്തിന്റെ ചെങ്കോൽ, രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ഒരു അടിയെടുത്തുകൊണ്ട് ഇതാണ് മഹാസംഭവം, ഇത് ചെങ്കോലാണ് എന്ന് പറയുമ്പോൾ അത് പിറകോട്ടുള്ള പോക്കാണ് എന്നതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ആവശ്യമില്ല. അതിനെ എതിർക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, സാമൂഹ്യ പാർട്ടികൾക്കുണ്ട്. നവോത്ഥാനം എന്ന് നമ്മൾ ഒരുപാട് കാലം പറഞ്ഞ് ആ നവോത്ഥാനത്തിനെ മാറ്റാൻ, ചാതുർവർണ്ണയത്തിനെ മാറ്റാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന കാലത്ത് വീണ്ടും നമ്മൾ ജാതീയതയിലേക്ക്, വീണ്ടും നമ്മൾ ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അത് തെറ്റാണ് എന്ന് പറയണം. തെറ്റാണെന്ന് പറയേണ്ട ഉത്തരവാദിത്വം അന്ധവിശ്വാസമാണ്. ഒരു മനുഷ്യന് 1000 ആളുകളെ ഇതുപോലെ നിയന്ത്രിച്ച് എൻ്റെ കാലടിപ്പാടിൽ മണ്ണെടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ നിരക്ഷരായ ഒരു ജനത, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിശ്വസിച്ചു പോകുന്ന ഒരു ജനത ഇതിനെ പിന്തുടരുമ്പോൾ ആ ജനതയെ തിരുത്തേണ്ട ഉത്തരവാദിത്വം, ഒരു സംശയം വേണ്ട, ഭരണാധികാരികൾക്കുണ്ട്. അത് തെറ്റാണെന്ന് നിയമം മൂലം തന്നെ പറയേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട്. അത് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് തന്നെ പറയുകയും വേണം. അന്ധരായ ഒരു കൂട്ടം ജനത എൻ്റെ പുറകെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് 100 കണക്കിന് ആൾദൈവങ്ങളെ ഓരോ സ്ഥലത്തും പടച്ചു വിടുക എന്നുള്ളത് തെറ്റാണ്. അത് തെറ്റ് തന്നെയാണ്. എന്തുകൊണ്ട് നമുക്കറിയാം, തിരുപ്പതിയിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും ചോദ്യം ഉയരുന്നുണ്ട്. ഈ എന്താണ് വിശ്വാസം, എന്താണ് അന്ധവിശ്വാസം എന്നൊരു ചോദ്യം ഉയർന്നില്ല. അപ്പോൾ പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അന്ധവിശ്വാസത്തിനെതിരെ നിയമം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മതചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മോദിയെ തിരുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് വിശ്വാസം, ഏതാണ് അന്ധവിശ്വാസം എന്ന് ആര് തീരുമാനിക്കും? അല്ല, അവിടെ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചിൽ അജിൻസിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനതിൻ്റെ ക്ലാരിറ്റി തരാം. നമ്മൾക്കറിയാം, ഗാന്ധിയാണ് ഒരുപക്ഷെ പ്രാർത്ഥനാ യോഗങ്ങൾക്കകത്ത് ഏറ്റവും വളരെ കൃത്യമായിക്കൊണ്ട് ദ ഹിന്ദു എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ഗാന്ധി. ഞാൻ എൻ്റെ ശ്രേഷ്ഠമായ മതമാണ് ഹിന്ദു, ഞാൻ ആ മതത്തിലുള്ളതിൽ സന്തോഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു, എന്നാൽ മറ്റു മതങ്ങളിലെ സന്ദേശവും ഹിന്ദു മതത്തിനെ പോലെ തന്നെ സേക്രഡ് ആണ് എന്ന് പറഞ്ഞ ഒരു ഗാന്ധി. അത് ഇന്ത്യയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട, നമ്മൾക്കറിയാം, ബുദ്ധമതം, ഇന്ത്യയിലുണ്ടായ ബുദ്ധമതം ലോകത്തേക്ക് തന്നെ സമാധാനം കൊണ്ടുപോയ ഒരു ബുദ്ധമതത്തിൻ്റെ ബാക്കിപത്രമാണ് നമ്മൾ ഈ രാജ്യത്ത് ഉള്ള ആളുകൾ. അപ്പോൾ ശിവൻ അത് സമാധാനത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറയുമ്പോൾ, ഗുരുനാനക്ക് മുമ്പോട്ട് വെച്ച ആശയങ്ങൾ സമാധാനത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ, ബുദ്ധമതം മുന്നോട്ട് വെച്ചതും ഖുറാൻ മുന്നോട്ട് വെച്ചതും ബൈബിൾ മുന്നോട്ട് വെച്ചതും അത് മനുഷ്യ
സാഹോദര്യത്തിൻ്റെ സഹിഷ്ണുതയുടെ സന്ദേശമാണ് എന്നൊരാൾ പറയുമ്പോൾ അത് ചിഹ്നമെടുത്ത് ഞാനിത് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വിമർശിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നിലയിലേക്ക് താഴ്ന്നു പോവുകയാണ്. രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് ഒരു ലോക്സഭയ്ക്കകത്ത് വന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത രാഹുൽ ഗാന്ധി ഇത് സൂചിപ്പിച്ചത് നിങ്ങൾ എടുത്തിരിക്കുന്ന ആയുധങ്ങൾ, നിങ്ങൾ ഹിംസയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ യഥാർത്ഥ ഹിംസയുടെ ആയുധങ്ങളല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അല്ലാതെ മതചിഹ്നം അത് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അത് തിരുത്താനുള്ള ചങ്കൂറ്റം കാണിച്ച ഒരു രാഹുൽ ഗാന്ധിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനൊരു പോസിറ്റീവ് മെസ്സേജ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ എൻ്റെ ശിവനാണ്, എൻ്റെത് ഇതാണ് എന്ന രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത്. ഒരു സർപ്പം വരുന്ന ഒരു പ്രതീകാത്മകമാണല്ലോ, സിംബോളിക് ആണല്ലോ. സർപ്പമുണ്ട് എന്ന് എൻ്റെ തലയിലുണ്ട് ഏത് നിമിഷവും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇത് ശിവഭക്തർക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പോസിറ്റീവ് ആംഗിളിൽ. കാരണം നമ്മൾക്കറിയാം വിശ്വാസം അത്രയ്ക്ക് രൂഢമൂലമായ ഒരു സമൂഹത്തിനകത്താണ് നമ്മളുള്ളത് എന്ന് വെച്ചാൽ എല്ലാവരും വിശ്വാസമുള്ള ആളുകളല്ല. നമ്മൾക്കറിയാം ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നു, ഗാന്ധിയുടെ നാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നു, അംബേദ്കറുടെ നാമത്തിൽ പ്രതിജ്ഞ എടുക്കുന്നു, ദൃഢപ്രതിജ്ഞ എടുക്കുന്നു. ഇതൊക്കെ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരു മാറ്റത്തിലേക്ക്, നെഹ്റുവിയൻ ആശയങ്ങളിലേക്കാണ് രാഹുൽ ഗാന്ധി സഞ്ചരിച്ചു പോകുന്നത് എന്ന വിശ്വാസക്കാരൻ വ്യക്തിപരമായി ഞാൻ അതിലേക്ക് ഇന്ത്യ രാജ്യം പോകണം എന്ന ആഗ്രഹകാരനുമാണ്. ആ സമയത്ത് നമ്മുടെ പാർലമെന്റിനകത്ത് ഒരു സംശയവും വേണ്ട ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളെ ഇല്ലാതാക്കാൻ. ഇനി അന്ധവിശ്വാസങ്ങളെ എല്ലാ മതങ്ങളുടെയും വിശ്വാസം ശരിയാണ് എന്ന വിശ്വാസക്കാരനല്ല. അതിൻ്റെ വിശ്വാസം നമ്മൾ എത്ര ആചാരങ്ങളെ തിരുത്തിയിട്ടുണ്ട് ഈ രാജ്യത്ത്. എത്രയേറെ ആചാരങ്ങളെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ കണ്ട എത്രയേറെ ആചാരങ്ങൾ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്ത്. നമ്മൾക്കറിയാം മൃഗബലി ഒരു കാലത്ത് നടന്നിരുന്നു. ഇന്ന് മൃഗബലി പാടില്ല എന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ ആയിട്ട് ലോ വന്നു. പ്രത്യേകിച്ചും നേപ്പാൾ, നമ്മൾക്കറിയാം ലോകത്ത് ഏറ്റവും വലിയ മൃഗബലി നടന്ന രാജ്യമായിരുന്നു നേപ്പാൾ. ഇന്റർനാഷണൽ ലോ വന്നു, അവിടെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്വാഭാവികമായ സാമൂഹ്യ മാറ്റങ്ങൾക്ക് ഉതകുന്ന നിയമങ്ങൾ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഭരണാധികാരികൾക്കാണ്. അത് അവർ ഊർജ്ജമെടുക്കേണ്ടത് ഇതുപോലെയുള്ള സംഭവം എന്ന് പറയുന്നില്ല, പക്ഷെ അനുഭവങ്ങളിൽ നിന്നാണ് ഊർജ്ജമെടുക്കേണ്ടത്. സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ഊർജ്ജമെടുത്തുകൊണ്ട് തിരുത്താനുള്ള ചങ്കൂറ്റം ഭരണാധികാരികൾ, അതാരാണെങ്കിലും ശരി, അത് ഏത് ഭരണാധികാരിയാണെങ്കിലും ശരി, അതല്ലാതെ ഞങ്ങൾ പിറകോട്ട് സഞ്ചരിക്കാൻ, ചെങ്കോലും എടുത്ത് പാത്രം മുട്ടാൻ പറഞ്ഞ്, ടോർച്ച് അടിക്കാൻ പറഞ്ഞ് വീണ് കിടക്കുന്ന ആ തരത്തിലേക്ക് ഈ രാജ്യത്തിനെ പിറകോട്ട് കൊണ്ടുപോകരുതെന്ന റിക്വസ്റ്റ് തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തന നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ശരി പ്രശാന്ത്, ഇവിടെ ആൾദൈവങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരണമെന്ന് വാദിക്കുമ്പോൾ ഈ ആൾദൈവങ്ങൾ ഉണ്ടാകുന്ന സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ റീസൺസ് ഉണ്ടല്ലോ. കാരണം ഇന്ത്യ ഈ ആൾദൈവങ്ങളുടെ തന്നെ ഒരു രാജ്യമാണ്. അത് ഇന്ത്യ ഒരു ആധുനിക രാജ്യമാവുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ആൾദൈവങ്ങളുണ്ട്. ഇപ്പോൾ ഷിർദി സായി ബാബ മുതൽ നൂറുകണക്കിന് സൂഫി വര്യന്മാരുടെ നാടുകൂടിയാണ് ഇന്ത്യ. അവർക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ടായിട്ടുണ്ട്. ആ ആരാധകരുണ്ടാവാനുള്ള കാരണം കൂടി പലതരം ഘടകങ്ങൾ, രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഇയാളുടെ തന്നെ കാര്യം എടുക്കുക. ഈ ആൾദൈവം ഒരു ദളിത് സമുദായാംഗമാണ്. ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ബഹുഭൂരിഭാഗവും ദളിതുകളാണ്. എന്തുകൊണ്ടാകും പട്ടിണി കിടക്കുന്ന, ഒരു നേരം 30 രൂപയ്ക്ക് ജോലി ചെയ്യേണ്ടി വരുന്ന മനുഷ്യർ ഇത്തരം ആൾദൈവങ്ങളുടെ പുറകെ പോകുന്നത് എന്നതിന് അത്തരം കാരണങ്ങൾ കൂടി കാണണ്ടേ? അല്ലാതെ നിയമം കൊണ്ടങ്ങ് നിരോധിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ അതൊക്കെ നിരോധിക്കാൻ പറ്റുമോ? ശരിയാണ് അജീബ്സ്. ഒരിക്കലും നിയമം കൊണ്ട് ഇത് നിരോധിച്ച് ഒറ്റയടിക്ക് ഇത് നിർത്തളയാമെന്ന് പറയുന്നൊരു അത് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ അവിടെയും ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഞാനത് തുടർച്ചയായിട്ട് അജിംസിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. എനിക്ക് നിജേഷ് പറഞ്ഞതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ വില്ല് കൊലച്ചും ശൂലം പിടിച്ചും ഒക്കെ നിൽക്കുന്ന ഹിന്ദു ദൈവങ്ങളൊക്കെ ശാന്തിയുടെ പ്രതീകമായി എങ്ങനെ ഉയർത്തിക്കാണിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ അതെനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ യുക്തിവാദികൾക്കിടയിൽ സ്റ്റാമ്പേഡ് സംഭവിക്കാമല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഈ രാഹുൽ ഈശ്വർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യുക്തിവാദികൾ എന്ന് പറയുന്നത് സിംഹവാലം കുരങ്ങന്മാരെക്കാൾ എണ്ണത്തിൽ കുറവുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സ്റ്റാമ്പേഡിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ചില ഭാഗത്ത് യുക്തിവാദികൾ എന്നറിയപ്പെടുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. യുക്തി ദൈവങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ സംഭവിക്കും. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അജിബ്സിൻ്റെ ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇദ്ദേഹം ദളിത് സമുദായാംഗമാണ്, ഇദ്ദേഹത്തിന് ധാരാളം ഫോളോവേഴ്സ് അത്തരത്തിലുള്ളവരാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാലത്തെങ്കിലും നമ്മൾ നയിച്ച ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകൾ ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നു. 42ാം ഭേദഗതിയുടെ ഭാഗമായിട്ട് ഈ 51AH എന്ന് പറയുന്ന ഈ അന്വേഷണ ത്വര ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പൗരധർമ്മം നമുക്കുണ്ടായി വരുന്നു. പക്ഷേ ഇത്
ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകളിൽ ഇത്തരം നിയമങ്ങൾ ഒരേ സമയത്ത് ഗുണത്തെക്കാളൊരു കൗണ്ടർ പ്രൊഡക്റ്റീവായി ആകാനുള്ള സാധ്യത കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടൊരു കുറേ അധികം ചിലപ്പോൾ ബുദ്ധമതത്തിനെയോ അല്ലെങ്കിൽ ഈ ദളിതരുടെ തന്നെ പല ദൈവവിശ്വാസങ്ങളെയൊക്കെ തന്നെ തുടച്ചു മാറ്റാൻ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കും. ഇപ്പോൾ ശബരിമല തന്നെ നമുക്കറിയാം അത് എന്തമ്പലമായിരുന്നു, ഇപ്പം എന്തമ്പലമായി മാറി എന്നുള്ളത്. അവിടെ മലയാള ബ്രാഹ്മണ അല്ലാത്ത ഒരാൾക്ക് പൂജ ചെയ്യാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അത് എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കേവലമായ നിയമനം വളരെ കൃത്യമായി ഈ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി പരിശോധിക്കേണ്ടത് ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ നിയമങ്ങൾ കുറേയധികം ഭേദഗതികൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു വളരെ ഒറ്റയടിക്ക് വിപ്ലവം പോലെ നടത്താൻ പറ്റുന്നൊരു കാര്യമായിട്ട് കരുതുന്നില്ല. വളരെ പക്ഷെ നിയമങ്ങൾ അതിനെ ഒരുപാട് സഹായിക്കും. തീർച്ചയായിട്ടും ഇപ്പോൾ സതി നിരോധിക്കുന്നത് വഴി സതി നിരോധിച്ചതിൻ്റെ ചരിത്രം തന്നെ നമ്മളൊന്ന് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അറിയാൻ സാധിക്കും. കാരണം സതി നിരോധിച്ചതിന് ശേഷവും നമുക്കറിയാം ഇന്ത്യ സ്വതന്ത്രമാക്കി 80കളിൽ പോലും സതി ആചരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമം പക്ഷെ ആ നിയമം കൊണ്ടുവന്നത് കൊണ്ടാണ് 100 വർഷങ്ങൾക്ക് ശേഷം എങ്കിലും അത് നമുക്ക് അതിൻ്റെ ഒരു അവസാനം ഇപ്പോഴും വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷെ എന്നാലും അവസാനത്തേക്ക് 1980കളിലൊക്കെ അത് റൂക്കന്മാർ ഒക്കെ സംഭവം ഉണ്ടാവുന്നതിൻ്റെ അവിടം വരെയൊക്കെ അതിലേക്ക് നയിക്കുന്നത് പലപ്പോഴും ഈ നിയമപ്രക്രിയയാണ്. മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരം സോഷ്യൽ ലെജിസ്ലേഷൻസ്, ഇപ്പോൾ വിധവ പുനർവിവാഹ നിയമമാണെങ്കിലും കാസ്റ്റ് ഡിസേബിലിറ്റീസ് ആക്ട് ആണെങ്കിലും അത്തരം സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളെ അന്തരീക്ഷത്തെ മാറ്റുന്ന പല നിയമങ്ങളും ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ നടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം നിയമങ്ങൾ സഹായിക്കും. അതിനോടൊപ്പം തന്നെ വ്യക്തമായ ഈ പഠന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിന് കുറച്ച് പരിമിതികളുണ്ടെങ്കിലും പക്ഷെ അത്തരം ഈ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള കാര്യം ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ഇപ്പോൾ സൂചിപ്പിച്ചോട്ടെ. ഈ ഒരു മനുഷ്യൻ്റെ കാലിൻ്റെ അടിയിൽ കിടക്കുന്ന മണ്ണ് അല്ലെങ്കിൽ കാലടിയിൽ പറ്റിയിരിക്കുന്ന പൊടി വാരാൻ പോകുമ്പോഴാണ് ഈ 100 കണക്കിന് ആളുകൾ മരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമോ? ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ്റെ കാലടി മണ്ണ് എടുത്ത് പ്രസാദമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ചിന്താഗതിയെ മാറ്റിമറിക്കേണ്ടത് അത്യാവശ്യമല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ ഒരു സമൂഹങ്ങളിലേക്ക് ഇനിയും ചോദിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഈ മതം ഒരു കുറ്റവാളിയായിട്ട് വന്ന് നിൽക്കുന്നത്. അല്ലാതെ ഇതിനെ നമുക്ക് മതത്തിൽ നിന്ന് മാറ്റി കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ആ മതത്തിനെതിരെ തന്നെ നമ്മളത് സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ശരി, രാഹുൽ ഈശ്വർ, ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു സാമൂഹിക മാറ്റം, സാമൂഹിക നവോത്ഥാനം ഒക്കെ നിയമനിർമ്മാണത്തിലൂടെ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നടക്കില്ല എന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ഭരണകൂടം ഇടപെടുമ്പോൾ, ശബരിമല തന്നെ ഏറ്റവും നല്ല ഉദാഹരണം, അങ്ങനെ ഭരണകൂടം ഇടപെടുമ്പോൾ അത് അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. അത് ആ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന മാറ്റം, അവിടെ നിന്ന് അകത്ത് തന്നെ മാറ്റം ഉണ്ടാവണം. ആ സമൂഹത്തിലെ ആചാര്യന്മാർ അവിടെ മാറ്റം കൊണ്ടുവരണം എന്നൊക്കെയാണ് പൊതുവെ പറയാറ്. പക്ഷെ ആരും ഈ പൂച്ചയ്ക്ക് ആരും മണി കെട്ടുന്നുമില്ല. പിന്നെ എങ്ങനെ മാറ്റം ഉണ്ടാവും രാഹുൽ? ശ്രീ അജിംസ്, 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം. അങ്ങയെ വളരെ വ്യക്തിപരമായി ബഹുമാനിക്കുന്ന, ഇഷ്ടമുള്ള, അങ്ങയുടെ പരിപാടികൾ കാണാറുള്ള വ്യക്തിയാണ് ഞാൻ. ഈ പറയുന്നതിന് അങ്ങ് കാലയെ കൂട്ടി ക്ഷമിക്കുക എന്ന് അഭ്യർത്ഥിച്ചിട്ട് പറയുകയാണ്. ശബരിമലയിൽ സ്ത്രീകളെ, യുവതികളെ കയറ്റാൻ നോക്കുന്ന അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിന്റെ അല്ലെങ്കിൽ ഭാഗമായിട്ടാണ് ചിന്തിക്കുന്ന അങ്ങേക്ക് ഭ്രാന്താണ്. മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാനും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനും വേണ്ടിയാണ് വളഞ്ഞ വഴിയിൽ ദീപക് മിശ്ര അല്ലെങ്കിൽ നമ്മുടെ കോടതിയിലെ ചില ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റിലെ ചില ആൾക്കാർ ചെയ്തത്. ഞാനിപ്പോൾ ലോയറായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്, അപ്പം ബാർ അസോസിയേഷനൊക്കെ മെമ്പറാണ്. എനിക്കിതൊരു ആക്ഷൻ വരും, അതുകൊണ്ടാണ് കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാത്തത്. അതായത് മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാൻ ആർട്ടിക്കിൾ 25 ഡയലൂട്ട് ചെയ്ത് ആർട്ടിക്കിൾ 44 വെച്ച് വെട്ടാൻ കൊണ്ടുവന്നതാണ്. അത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമമാണെന്ന് അങ്ങേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. പോട്ടെ, അത് മറ്റൊരു വിഷയം. ഇനി 2-3 ഇവിടുത്തെ വിഷയങ്ങളുണ്ട്. ഒന്ന്, നിരീശ്വരവാദികളോടും യുക്തിവാദികളോടും യോജിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട്. എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടവും ആദരവും ഉള്ളൊരു യുക്തിവാദിയാണ് ശ്രീ സനൽ എടമറുക്. ഞാൻ ഫിൻലാൻഡിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചിരുന്നു. എനിക്ക് ഫാൻഡം, ഒരു ആരാധന തോന്നിയിട്ടുള്ളതാണ്. എനിക്ക് ഒരുപാട് അഡ്മിറേഷൻ ഉള്ള ഒരാളാണ് നമ്മുടെ സി രവിചന്ദ്രൻ സാർ. അദ്ദേഹവും ഒരർത്ഥത്തിൽ നമ്മുടെ യുക്തിവാദികളുടെ ഒരു ആൾ ദൈവമാണ്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ലീഡർ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. അല്ലെങ്കിൽ നമ്മുടെ ശ്രീ പ്രശാന്ത് അടക്കമുള്ളവർ, യു കലാനാഥൻ സാർ, ശ്രീ ആരിഫ്
ഹുസൈൻ അടക്കമുള്ള ഒരുപാട് പേര് റീസണബിൾ ആണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്ന് പറഞ്ഞാൽ യുക്തിവാദികളുടെ കവല പ്രസംഗമല്ല, അത് ഈശ്വരവിശ്വാസികളുടെ ആത്മസംശുദ്ധീകരണമായിരിക്കണം. ഞങ്ങളെല്ലാം അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തോട് യോജിക്കുന്നവരാണ്. അത് വെറുതെ പറച്ചിലിന് മാത്രമല്ല, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഈ യുക്തിവാദികളുടെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം അങ്ങ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, വെറുതെ കയ്യടിക്ക് വേണ്ടി പ്രസംഗിക്കുന്ന പോലെയാണ്. പക്ഷേ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത വളരെ ആലോചിച്ചൊരു ഡ്രാഫ്റ്റാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അതിന്റെ മെറിറ്റ് മനസ്സിലാക്കാൻ. ഒന്ന്, എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ആശ്രമങ്ങൾക്കും റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കണം. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കി ഒരു മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയുടെ കൂടെ പിൻപറ്റിയിട്ടാണ്. അങ്ങനെ ആപ്ലിക്കബിൾ ആക്കുമ്പോൾ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണത്തിന്റെ സ്പേസ് കുറയും. അതിനുവേണ്ടി എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും RTA ആപ്ലിക്കബിൾ ആക്കണം. ശബരിമല RTA കീഴിൽ വന്നത് എൻ്റെ ആപ്ലിക്കേഷൻ പ്രകാരമാണ്. ഞാനും എൻ്റെ ഒരു ഡ്രൈവറുടെ പേരിലാണ് ഞാൻ കൊടുത്തത്. ആ ശബരിമലയെ കൊണ്ടുവന്ന അങ്ങനെയാണ്. ഇതുപോലെ എല്ലാ അമ്പലങ്ങളും പള്ളികളും വരണം. കാര്യം ഡിവോട്ടീസ് ആയ പബ്ലിക്കിന്റെ കാശ് എടുക്കുന്നതാണ്. രണ്ട്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ലൈംഗിക ചൂഷണം, സാമ്പത്തിക ചൂഷണം, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. നമ്മുടെ ചാനൽ ചർച്ചകളിൽ വിശ്വാസവും അവിശ്വാസവും എന്താണെന്നുള്ള ആം ചെയർഡ് ഫിലോസഫർ ബൗദ്ധിക ചർച്ചയായിട്ട് കാര്യമില്ല. ഓൺ ഗ്രൗണ്ട് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ മേഖലയിൽ നിൽക്കുന്ന ബാക്കി എല്ലാവരെ കടി എനിക്കറിയാതെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ചൂഷണം നടക്കുന്നു എന്നുള്ള റിയാലിറ്റിയാണ്. പക്ഷേ വിശ്വാസത്തിന്റെ മേഖലയിൽ ഇതിനെ നന്നാക്കണമെന്ന് വിശ്വസിക്കുന്ന എന്നെ പോലുള്ളവർക്ക് പോലും ഇതിനെ നേരിടാൻ പല്ലുള്ള നിയമങ്ങളില്ല. മഹാരാഷ്ട്രയിലെ നിയമം നല്ലതാണ്, പക്ഷേ അതിനും വകുപ്പുകൾ വേണ്ട രീതി ഡിഫൈൻഡ് അല്ല. നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ആന്റൈ സൂപ്പർസ്റ്റിഷൻ ലോ വേണം. പക്ഷേ അത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമമായിരിക്കണം, വിശ്വാസ നിർമ്മാർജ്ജന നിയമമാകരുത്. അവിടെയാണ് ശ്രീ നിജേഷ് അടക്കമുള്ള ആൾക്കാർ, ശ്രീ പ്രശാന്ത് അടക്കമുള്ള ആൾക്കാർ, അങ്ങടക്കമുള്ള ആൾക്കാർ, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അത് വിശ്വാസത്തെ ആക്രമിക്കാനുള്ളൊരു വടിയാകരുത്, അത് യുക്തിവാദികളുടെ കവലപ്രസംഗമാകരുത്, നിരീശ്വരവാദം അടിച്ചേൽപ്പിക്കാനുള്ള വളഞ്ഞ വഴിയാകരുത്. പകരം വിശ്വാസത്തെ ശുദ്ധീകരിക്കാനും ചൂഷണമുണ്ടെങ്കിൽ അതിൽ നിന്നും മുക്തമാക്കാനുമുള്ള വഴിയാണ്. ശ്രീ അജിംസ് പറഞ്ഞ ഒരു വാക്കിനോട് ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. സൂഫി പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കുന്ന അറിയുന്ന ഖ്വാജ മൊയ്തുദ്ദീൻ ചിശ്തി അടക്കം നമ്മുടെ ഹാജി അലി അടക്കം സ്ഥിരം പോകുന്നൊരു വ്യക്തി എന്ന നിലയിൽ സൂഫി പാരമ്പര്യങ്ങളിൽ നിന്നും ആൾദൈവങ്ങളിൽ കൊണ്ടുവരരുത്, അല്ലെങ്കിൽ ഷിർദി സായി ബാബയോ സായി അവരെ ഒന്നും കൊണ്ടുവരരുത്. ആസാറാം ബാപ്പുവിനെ കൊണ്ടുവരൂ, യാതൊരു പ്രശ്നവുമില്ല. ഗുർമീത് റാം റഹീമിനെ കൊണ്ടുവരൂ, ഫ്രോഡുകളാണ്. ആസാറാം ബാപ്പു ഇപ്പോഴും ജയിലിലാണ്, ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേര്. അല്ലെങ്കിൽ നമ്മുടെ നിത്യാനന്ദ എന്ന് പറയുന്ന, ഞാൻ കാരണം സൂര്യൻ കുറച്ച് മണിക്കൂർ താമസിച്ചാണ് ഉദിച്ചതെന്നാണ് നിത്യാനന്ദ പറയുന്നത്. അവരെ പോലുള്ള ഫ്രോഡുകളെ ആക്രമിക്കൂ. ആത്മീയ ഗുരു എന്ന് പറയുന്നത്, സന്യാസി എന്ന് പറയുന്നത് വിവേകാനന്ദനും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധി ഒരു സന്യാസിയാണ്, സബർമതി ആശ്രമത്തിലെ സന്യാസിയാണ്. അപ്പൊ നമുക്ക് നല്ല സന്യാസി പാരമ്പര്യമുണ്ട്. ഈ ആസാറാം ബാപ്പുവിനെ പോലെ പണ്ട് രാവണൻ ഇതേപോലൊരു സന്യാസിയുടെ കപടവേഷം കെട്ടിയാണ് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ പോയത്. അപ്പൊ അന്നു മുതലേ ഇതേപോലെ ഫ്രോഡുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ നല്ല സന്യാസ പാരമ്പര്യത്തെ, ശ്രീനാരായണ ഗുരുദേവനെ, ചട്ടമ്പി സ്വാമിയെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ യുഗപുരുഷന്മാരെയും അവരെ മുൻനിർത്തി എന്നാൽ തെറ്റ് കാണിക്കുന്നവരെ മാറ്റി നിർത്താനുള്ള ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്, അതിനുവേണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയമല്ല ഇവിടെ, പ്രത്യയശാസ്ത്രമല്ല. 99% ജനങ്ങൾ ഈ നാട്ടിൽ വിശ്വാസികളാണ്. പക്ഷെ ഞങ്ങളെ പലപ്പോഴും തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ചൂഷണം ചെയ്യുന്നൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ ശുദ്ധീകരിക്കാനും വിമലീകരിക്കാനും നന്മവൽക്കരിക്കാനുമുള്ള ഫിൽറ്റർ ആകണം നമ്മുടെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം. അതാണെങ്കിൽ ഇന്ന് പോലും ഞാനടക്കമുള്ള ഒരുപാട് വിശ്വാസികൾ ക്യാമ്പയിൻ ചെയ്യാൻ റെഡിയാണ്. ഒരു ആന്റൈ സൂപ്പർസ്റ്റിഷൻ ലോയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ റെഡിയാണ്. കാര്യം അത് ആശ്രമങ്ങളിലെ അല്ലെങ്കിൽ അമ്പലങ്ങളിലെ അല്ലെങ്കിൽ പള്ളികളിലെ എക്കണോമിക് ട്രാൻസാക്ഷൻ സുതാര്യമാക്കും. രാഹുൽ, അങ്ങനെ ഒരു നിയമം മഹാരാഷ്ട്രയിലുണ്ട്. മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു മാതൃകാ നിയമമുണ്ട്, നടപ്പിൽ വരുത്തുന്നുണ്ടാവും. അല്ല, മഹാരാഷ്ട്രയിലുള്ള നിയമം പഠിച്ചുകൊണ്ട് പറയുകയാണ്. നിയമം നല്ലതാണ്, ആശയം നല്ലതാണ്. അഘോരി എന്നുള്ള 1-2 വാക്കുകളൊക്കെ മാറ്റി വെച്ചാൽ നിയമം നല്ലതാണ്. പക്ഷേ പ്രശ്നം അതിന്റെ ചട്ടങ്ങളിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിന് കുറെ ഗ്രേ ഏരിയാസ് ഉണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ നമുക്ക് വിശ്വാസികൾക്കും യുക്തിവാദികൾക്കും ഇരുന്ന്, അല്ലെങ്കിൽ അവർ ശാസ്ത്ര പ്രചാരകർ എന്നാണ് സ്വയം വിളിച്ചോട്ടെ, ഈ വിശ്വാസികൾക്കും ശാസ്ത്ര പ്രചാരകർക്കും ഇരുന്ന് ഡിഫൈൻ ചെയ്യാം. ഇതിൽ വെള്ള ഏതാണ്, കറുപ്പ് ഏതാണ്, ഗ്രേ ഏതാണ്. ഗ്രേയിൽ തൊടണ്ട, പക്ഷേ കറുപ്പ് പലതും ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ സന്തോഷ് മാധവന്മാരുണ്ടായിരുന്നല്ലോ, ആസാറാം ബാപ്പുമാരുണ്ടല്ലോ, അല്ലെങ്കിൽ ഗുർമീത് റാം റഹീം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതേപോലെ ഒരുപാട് ഫ്രോഡുകൾ ഉണ്ടല്ലോ. അപ്പൊ അവരെ അടക്കം മാറ്റി നിർത്താനുള്ള ഒരു നിയമം നമുക്ക് ഇനിയും ചിന്തിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അത് ചെയ്യാത്തതിന്റെ കാര്യം എന്താ? ഇങ്ങനെ ഒരു വിഷയം വരുമ്പം യുക്തിവാദികൾ കാടടച്ച് വെടിവെക്കാൻ നോക്കും. ഒരു വരി കൂടെ പറയാം, ഞാൻ വ്യക്തിപരമായി ഇടപെട്ട വിഷയമാണ്. നമ്മുടെ ശബരിമലയിലെ മകരവിളക്ക്, മകരജ്യോതി, ഈ വിഷയം ഞാൻ ആഴത്തിൽ പഠിച്ചതാണ്. മകരജ്യോതി എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ നക്ഷത്രവും, മകരവിളക്ക് എന്ന് പറഞ്ഞാൽ പൊന്നമ്പലമേട്ടിലെ ദീപാരാധനയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ EMS
കോൺഗ്രസും കോൺഗ്രസ്സുകാരനായും വിശ്വാസിയായ കരുണാകരൻ സാർ ഇരുന്നപ്പോഴും 50-60 വർഷമായിട്ട് അവിടെ പോലീസുകാരും KSEB ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? ട്രൈബൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന പ്രശ്നമാണ്. അതായത് മലയിലേറുന്ന ആദിവാസി വിഭാഗത്തെ അവിടെ നിന്ന് ഇറക്കി കളഞ്ഞു. എന്നിട്ട് പോലീസുകാർ കൈയേറിയതാണ് ഈ പ്രശ്നം. ഇതാണ് നമ്മൾ സ്റ്റേറ്റ് സീക്രട്ടായി മറച്ചു വെച്ചത്. ഈ വിഷയം ഞാൻ പഠിക്കുകയും ഹൈക്കോടതിയിൽ നിലപാട് സബ്മിറ്റ് ചെയ്യുകയും ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു കൺസെൻസസ് ഉണ്ടാക്കാം. ഞാൻ അതിന് കാര്യം പഠിക്കാൻ പോയത് ഈ യുക്തിവാദികളുടെ ധനുവച്ചപുരം സുകുമാരനുണ്ട്, അദ്ദേഹത്തിന്റെ കലാനാഥൻ സാറിന്റെ അടുത്തൊക്കെയാണ് ഞാൻ എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് അറിയാൻ പോയത്. അപ്പം വിശ്വാസികളിൽ റീസണബിൾ ആയ ആൾക്കാരുണ്ട്. ഈ യുക്തിവാദികളുടെ ഒരു പ്രശ്നം, അവർക്കൊരു സ്നോബറി ഉണ്ട്. അവർ മാത്രമാണ് മിടുക്കർ, അവർക്ക് ബുദ്ധിയുണ്ട്, ബാക്കിയെല്ലാം ബുദ്ധിശൂന്യർ, അവർ മിടുക്കന്മാർ, ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരും പിന്തിരിപ്പന്മാരും സതിയെ സപ്പോർട്ട് ചെയ്യുന്നവരും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞങ്ങൾ ബ്രാഹ്മണരും കുറച്ച് രജപുത്രനും ചെയ്തിരുന്ന 1% ഈ സതിയെ എല്ലാ ഇന്ത്യക്കാരുടെയും തെറ്റാന്ന് ചിത്രീകരിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ശരിയാണ്, സതി നടന്നത് തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രം അതിനെ റിച്വലിസ്റ്റിക് മർഡേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകം പോലും ഉണ്ട്. സതി 100% തെറ്റാണ്. പക്ഷെ അത് നടന്നത് മൈനോറിറ്റി മാത്രമാണ്. അതിനെ വെച്ച് എല്ലാ ആചാരങ്ങളും തെറ്റാന്ന് പറയുന്നതിന് പകരം വിവേകാനന്ദന്റെ സ്പിരിറ്റോട് റിഫോം ചെയ്യാൻ കഴിയണം. വെളിയിൽ ചെല്ലുമ്പോൾ നമ്മളെ കുറിച്ച് നല്ലത് പറയും, പക്ഷെ നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയും നിനക്കൊക്കെ ഭ്രാന്താണ്, നിന്റെ ജാതീയത കാരണമെന്ന്. ഗാന്ധിജി അങ്ങനെയായിരുന്നു, വിവേകാനന്ദൻ അങ്ങനെയായിരുന്നു. അപ്പം റിഫോമിന്റെ സ്പിരിറ്റ് ആണ് വേണ്ടത്, ഡിസ്ട്രക്ഷന്റെ സ്പിരിറ്റ് അല്ല. കഷ്ടകാലത്തിന് നമ്മുടെ നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും വിശ്വാസത്തെ നശിപ്പിക്കണമെന്ന് ആഗ്രഹമാണ്, നന്നാക്കണമെന്നുള്ള ആഗ്രഹം. ഈ നിയമം മൂലം അന്ധവിശ്വാസങ്ങൾ, ആൾദൈവങ്ങൾ ഇവരെ നിരോധിക്കണമെന്നൊരു ആവശ്യത്തിലൊരു പ്രശ്നം ഈ കീഴാള ദൈവങ്ങൾ അല്ലെങ്കിൽ കീഴാളരുടെ ആചാരങ്ങൾ, കീഴാളരുടെ വിശ്വാസങ്ങൾ, അതിനെയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് അന്ധവിശ്വാസമായി മുദ്ര കുത്താൻ എളുപ്പമാണ് നിയമപരമായി. അപ്പോൾ ഏത് നിയമം നടപ്പാക്കുമ്പോഴും അതിൻ്റെ ആദ്യത്തെ ഇരകൾ ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഖാർഗെയുടെ ഇപ്പോഴത്തെ ആവശ്യം തന്നെ എടുക്കുക, ഇതിൻ്റെ ഫലം എന്തായിരിക്കും? ഇതുപോലുള്ള ആൾദൈവങ്ങൾ, അവരുടെ ഫോളോവേഴ്സ് ഏത് സാമൂഹിക വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്ന് നോക്കുക. എന്നിട്ട് ഈ നിയമം ഭരണകൂടം നടപ്പാക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇരകൾ ആരായി മാറും എന്ന് നോക്കുക. ഇങ്ങനൊരു പ്രശ്നം ഇന്ത്യയിലുണ്ട്. അവിടെ ജിംസെ, ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു നിയമം വരുമ്പോൾ അതിന് പലതരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവാം. നമുക്കൊരു ഉദാഹരണം, കർണാടകയിൽ ദേവദാസി സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ബാക്കി പത്രമുണ്ട്. 82 ദേവരാജ അറസ് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അത് നിരോധിച്ചത്. അത് നിരോധിച്ച സമയത്ത് പിറ്റേത്തെ ഇലക്ഷനിൽ ആ ഗവൺമെൻറ് തന്നെ വീണുപോയി. അതിൻ്റെ ഇമ്പാക്റ്റ് ആ നിയമത്തിനെതിരായി അത് നിരോധിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നത്. പക്ഷേ 10-30 വർഷം കഴിയുമ്പോഴേക്കും ആ കാലഘട്ടത്തിൽ നിന്ന് മാറി നിയമം മാറ്റമുണ്ടായി. ഇന്നതിനകത്ത് HIV പോസിറ്റീവുകാർ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അതിനകത്തൊരു മാറ്റം ഉണ്ടാകുന്നു. അത് സാമൂഹ്യ മാറ്റം. അപ്പോൾ ആരെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ അന്ന് ഒരു ഘട്ടത്തിൽ അതിനെ അനുകൂലിച്ച ആളുകൾക്ക് പ്രയാസമുണ്ടായിരുന്നു. അതുപോലെ സാമൂഹ്യ മാറ്റങ്ങൾക്കുള്ള ഒരുപാട് നിയമങ്ങൾ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്താണെന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരായ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇവരുടെ പിറകെ പോകുന്നത്. അതാണല്ലോ ഒരു ഫാക്റ്റ്. അപ്പോൾ അവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് കൊടുക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ, ഒരു വെൽഫെയർ സ്റ്റേറ്റായി നമ്മൾ മാറുമ്പോൾ മാത്രമേ അതിന് മാറ്റമുണ്ടാവൂ. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. രാഹുൽ ഈശ്വർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സംസാരത്തിൽ 2 തവണ പറഞ്ഞൊരു ചെറിയ കാര്യം, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രജപുത്രനാണ്. ഈ ഒരു ഫീലിങ്സ് തന്നെയാണ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹം വളരെ പ്രൗഡായി ഞാൻ ബ്രാഹ്മണനാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ജനിച്ചതിൻ്റെ പേരിൽ ഞാനൊരു ജാതിയിൽ പെട്ടുപോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ മരണം വരെ, എനിക്ക് പരിചയമുള്ള ഡോക്ടർ ശശികാന്ത് സെന്തിൽ കർണാടക IAS ഉദ്യോഗസ്ഥനായിരുന്നു, തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ IAS രാജിവെക്കാനുള്ള ഒരേ ഒരു കാരണം, അങ്ങ് പഠിച്ച് IAS-ലെത്തിയതിനു ശേഷം അതിനകത്തും ജാതീയതയുണ്ട്, എനിക്കത് തിരുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ച് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വന്നു, കോൺഗ്രസിലേക്ക് വന്നു. കർണാടക വാറൂമിൻ്റെ ചുമതലയിൽ നിന്ന് തിരുവള്ളൂർ സീറ്റിൽ നിന്ന് 5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കപ്പെട്ട MP ആയിക്കൊണ്ട് ഡോക്ടർ ശശികാന്ത് സെന്തിൽ മാറി. അദ്ദേഹം പറയുന്നത്, ഞാൻ MP ആയിട്ട് എനിക്ക് നിയമനിർമ്മാണത്തിന് ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ കിരീടമായി കിട്ടുന്ന ഈ ജാതീയതയ്ക്കെതിരായിട്ട് 1 ഇഞ്ച് സംസാരിക്കാൻ എൻ്റെ IAS-ൽ എനിക്ക് സാധിക്കില്ല, പക്ഷേ പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിൽ എനിക്ക് സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ. ഡോക്ടർ BR അംബേദ്കർ നമ്മൾ എന്തിനാണ് ഭരണഘടനാ സമിതിയുടെ ചെയർമാനാക്കി വെച്ചിരിക്കുന്നത്? അദ്ദേഹം ആ കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പുഴുക്കളെ പോലെ ജീവിച്ചിരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു നാട്ടിൽ, ചാതുർവർണ്ണത്തിൻ്റെ ബാക്കി പത്രം. അവിടെ നിന്ന് പഠിച്ച് മുന്നോട്ട് പോയ ഒരാളെ ഇതിൻ്റെ ഭരണഘടനാ സമിതിയുടെ ചെയർമാനാക്കുന്ന സമയത്ത് അഡ്രസ് ചെയ്യാൻ
ഈ രാജ്യത്തെ മനുഷ്യരിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ അഡ്രസ്സ് ചെയ്തതുകൊണ്ട് തന്നെയാണ് സംവരണം വന്നതും. നീണ്ട 75 വർഷം കഴിഞ്ഞ് കുറേ മാറ്റങ്ങളുണ്ടായി, ഇനിയും മാറ്റമുണ്ടായിട്ടില്ല. അത് മാറ്റമുണ്ടാവാതിരിക്കാനുള്ള കാരണമാണ് അജിംസെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മനസ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ സ്ട്രാറ്റ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് സംസാരിക്കുന്ന സ്റ്റേറ്റുകളുടെ ഇന്ത്യയിൽ നമ്മളൊന്ന് സിക്കിമിൽ പോയി നോക്കുക. സിക്കിമിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യയിലെ 75 മാത്രം ഇന്ത്യ രാജ്യത്തിന് കൂട്ടിച്ചേർക്കപ്പെട്ട സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ക്രൈം ഇല്ല. നിങ്ങളൊന്ന് പഠിക്കുക. പോലീസ് സ്റ്റേഷനകത്ത് ക്രൈം ഒരു മാസത്തിൽ ഒരു ക്രൈം പോലും ഇല്ലാത്ത, കൊലപാതകം തീരെ നടക്കാത്ത പ്രദേശം. അവിടെ പരസ്പരമുള്ള വിവാഹങ്ങൾ, ബൂട്ടിയെയും നമ്മുടെ അവിടെയുള്ള ബുദ്ധമതത്തിനകത്തുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അവിടെ മതപരമായ സംഘർഷവുമില്ല, രാഷ്ട്രീയ സംഘർഷവുമില്ല. ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ വ്യത്യാസമുണ്ട്. അത് ബുദ്ധമതത്തിൻ്റെ സ്വാധീനമാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടും നമ്മൾക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റിനെ പറ്റിയാണ് പറയുന്നത്, പോസിറ്റീവായിട്ടും നമ്മൾക്ക് എടുക്കാം. ആ സ്വാധീനം മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നുപോയ സമയത്ത് അതിനെ മൊത്തമായി ആർജിച്ചെടുക്കാൻ ഇന്ത്യ രാജ്യത്തിന് സാധിക്കാതിരിക്കാൻ കാരണം അജീംസ് എന്ന് പറയുന്ന പേര് പറയുമ്പോൾ അത് അജീംസിനേക്കാൾ അപ്പുറത്ത് അജീംസ് ഒരു മുസ്ലിമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു മനോഭാവമുണ്ട്. ആ മനോഭാവമാണ് ഇന്ത്യ രാജ്യത്ത് മാറ്റേണ്ടത്. അതിനപ്പുറത്ത് ചിന്തിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമ്പോൾ മാത്രമേ മാറ്റമുണ്ടാവൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിയമം കൊണ്ട് മാറ്റാൻ സാധിക്കും. നിയമം കൊണ്ട് മാറ്റിയിട്ടുമുണ്ട്. സതി മാറ്റിയ സമയത്ത് ഈ രാജ്യത്തെ ഒരു അനാചാരത്തിനെതിരെയുള്ളൊരു മെസ്സേജാണ്. അതൊരു 1% ബാധിക്കുന്നു എന്നുള്ളതല്ല. ഇന്ത്യ രാജ്യം അനുവർത്തിച്ചിരുന്ന ഒരു സമീപനം തെറ്റാണ് എന്ന് ലോകത്തിന് മുന്നിലേക്കൊരു മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജാണ് നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലെ മൈൽ സ്റ്റോൺ ആയിട്ട് അടയാളപ്പെട്ടത്. അങ്ങനെ ഒരുപാട് എല്ലാ മതത്തിലുമുണ്ട്. അതൊക്കെ മാറ്റപ്പെടുമ്പോൾ, നിയമങ്ങളിലൂടെ മാറ്റപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് അത് മാറ്റപ്പെടുന്ന സമയത്ത് മാറ്റമുണ്ടാകും. ദൈവങ്ങൾ നമ്മൾക്കറിയാം. ഒരു മനുഷ്യൻ്റെ സുപ്രഭാതത്തിൽ ദൈവമാകുന്നു. കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് ഇടത്തുണ്ടായിരുന്ന ഒരു സുപ്രഭാതത്തിൽ ദൈവമാകുന്നു. ആ ദൈവത്തിന് എടുത്തു പോകുന്ന സമയത്ത് ഒരാൾക്ക് ആശ്വാസം കിട്ടുന്നു. ആ ആശ്വാസം കിട്ടുമ്പോൾ അയാൾ വീണ്ടും അവിടേക്ക് പോകുന്നു, ചൂഷണം ചെയ്യപ്പെടുന്നു. ആ ചൂഷണം ചെയ്യപ്പെട്ട് തലമുറ കൈമാറി ചൂഷണം ചെയ്യപ്പെടുന്നു. അവിടെയാണ് സ്റ്റേറ്റിന്റെ പങ്കാളിത്തം. ഒരിക്കലും ഒരു മനുഷ്യന് ദൈവമാവാൻ സാധിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ്, അതിന് അതീതനായി നിൽക്കാൻ പറ്റില്ല എന്ന് സ്റ്റേറ്റിന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. അവിടെ പ്രീണനത്തിന്റെ പ്രശ്നമല്ല ഉള്ളത്. ആ ചങ്കൂറ്റമാണ് നിയമങ്ങളിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. ആ നിയമങ്ങൾ വരട്ടെ. ദൈവങ്ങൾ വേണ്ട എന്നൊരു നിയമം വരട്ടെ. എന്ത് സംഭവിക്കാനാണ്? മറിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതൊരു വിഭാഗീയത ഉണ്ടാക്കാത്ത തരത്തിലാണെങ്കിൽ, എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ അത് സാമൂഹ്യ പ്രവർത്തനമായി തുടരട്ടെ. അതിനൊരിക്കലും ദൈവത്തിന്റെ ഒരു മേൽക്കുപ്പായത്തിന്റെ ആവശ്യമില്ലല്ലോ, ബ്രാൻഡിന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് ഈ ബാബയ്ക്ക് സാമൂഹ്യ പ്രവർത്തനം നടക്കാനാണെങ്കിൽ അദ്ദേഹം നടത്തട്ടെ. അദ്ദേഹത്തിന് കാശുണ്ടെങ്കിൽ അദ്ദേഹം നടത്തട്ടെ. മറിച്ച് ഞാൻ പോകുന്ന മണ്ണിനടിയിലുള്ള മണ്ണെടുത്ത് പൂജിച്ചാൽ എന്തോ കിട്ടുമെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നത് അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് ലോകത്തോട് പറയാൻ ഭരണാധികാരികൾക്ക് സാധിച്ചേ മതിയാവും. എന്നാൽ മാത്രമേ സാമൂഹ്യ മാറ്റം ഉണ്ടാവൂ. അതിന് തുടക്കം കുറിക്കേണ്ടത് ഒരു സംശയവുമില്ല ഭരണാധികാരികൾ തന്നെയാണ്, നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന നേതാക്കന്മാർ തന്നെയാണ്. ശരി, ശ്രീ പ്രശാന്ത പുലി, സാമൂഹിക പരിഷ്കരണത്തിൽ അല്ലെങ്കിൽ ഒരു റിഫോർമേഷനിൽ യുക്തിവാദികളും വിശ്വാസികളും കൈകോർക്കണം എന്നാണ് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നത്. അവിടെയും ഒരു പ്രശ്നം, അങ്ങനെ കൈകോർക്കാൻ നല്ലതാണ്, വളരെ നല്ലതാണത്. പക്ഷെ ഒരു പ്രശ്നം, ഇപ്പോൾ ഈ ആൾദൈവങ്ങളുടെ കാര്യം വരുമ്പോൾ നല്ല ആൾദൈവങ്ങൾ, മോശം ആൾദൈവങ്ങൾ എന്നെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? അത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞ പോലെ, രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ കള്ള സന്യാസിമാരുടെ അല്ലെങ്കിൽ നല്ല ഫ്രോഡ് ആൾദൈവങ്ങളുടെ പേരൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിടിക്കുന്നത് വരെ നല്ല ആളായിരിക്കും, അതിനുശേഷം ഫ്രോഡായിരിക്കും. അങ്ങനെ നമുക്കതിനെ വേർതിരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റു മാനദണ്ഡങ്ങളൊന്നുമില്ല. പിടിക്കുന്നത് വരെ നല്ലതാണ് എന്ന രീതിയിൽ ആണ് അവരെ സമീപിക്കുന്നത്. എന്നെ സംബന്ധിച്ചിരിക്കും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്യാസിമാരും കള്ളസന്യാസിമാരും തന്നെയാണ്. പ്രത്യേകിച്ച് ഒരാൾക്ക് അഭൗതികമായ അല്ലെങ്കിൽ അഭൗമമായ യാതൊരു കഴിവും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി രാഹുൽ ഈശ്വർ പറഞ്ഞ 1-2 കാര്യങ്ങളിലേക്ക് വരുന്നത്, ഈ റീഫോംസിന് ഈ നിരീശ്വരവാദികളുമായി കൈകോർക്കാന്ന് പറഞ്ഞാൽ എവിടെയാണ് ഞങ്ങൾ കൈകോർക്കേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ RTI കൊടുത്ത കാര്യവും KCV വിളക്ക് എത്തിക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞു എപ്പോഴാണിത് കൂടുതൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. ഇവിടെയുള്ള യുക്തിവാദികൾ അതിന് പുറകെ നടന്ന് അതിൻ്റെ പുറകിൽ ഒരു ഡോക്യുമെൻ്ററി അടക്കം പിടിച്ച് ആ സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് എത്തിച്ചതിന് ശേഷമാണ് സർക്കാർ പോലും ഇത് ഞങ്ങൾ കത്തിക്കുന്നതാണ് എന്ന് കോടതിയിൽ സമ്മതിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ യുക്തിവാദികളുടെ പ്രവർത്തനം ഇത് പറയട്ടെ പ്ലീസ് പറയട്ടെ. ആ ഡോക്യുമെൻ്ററി അടക്കം ഇന്ന് അവൈലബിൾ ആണ്. അത് രാഹുൽ ഈശ്വർ നിഷേധിക്കുകയാണ്, നിഷേധിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. രണ്ടാമത്തത്, എവിടെയാണ് നമുക്ക് റീഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമുണ്ട്.
ഞങ്ങൾ പറഞ്ഞു ഇവിടെയുള്ള സ്ത്രീകൾക്ക് അവരുടെ താല്പര്യപ്രകാരം ശബരിമലയിൽ പോകണം, നമുക്കതൊന്ന് റീഫോം ചെയ്യാം. രാഹുൽ ഈശ്വർ സമ്മതിക്കും. ഇവിടെയുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ജന്മം കൊണ്ട് ദളിതരും എന്നാൽ കർമ്മം കൊണ്ട് ബ്രാഹ്മണരുമായ ആളുകൾക്ക് ശബരിമലയിൽ മേൽശാന്തി ആവണം, രാഹുൽ ഈശ്വർ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ഗുരുവായൂർ എന്താണ് പാചകപ്പുരയിൽ ബ്രാഹ്മണരല്ലാത്ത ഒരാൾക്ക് കയറണം, രാഹുൽ ഈശ്വർ റീഫോം ചെയ്യാൻ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അപ്പോൾ ഇതെല്ലാതും നമ്മൾ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ ഞാൻ റിഫോം ആവില്ല, അവിടെ ഞാൻ റിഫോം ആവില്ല, ഇവിടെ റിഫോം ആവില്ല, പിന്നെ വര ഞാൻ വരയ്ക്കാം, ആ വരയിൽ എല്ലാവരും നിന്ന് നമുക്ക് കൈകോർക്കാമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. രാഹുൽ ഈശ്വർ എപ്പോഴും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നമുക്കൊരു മിഡ് പാത്ത് എടുക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം രാഹുൽ ഈശ്വർ പറയുന്നതാണ് മിഡ് പാത്ത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യവും കൂടി ഞാൻ പറയുന്നത്, ഇവിടെ സിംഹവാലക്കുരങ്ങന്മാരെക്കാൾ കുറവുള്ള യുക്തിവാദികൾ എങ്ങനെയാണ് വിശ്വാസമില്ലായ്മ നിങ്ങൾ ഇത്ര വരുന്ന 30 ലക്ഷം ആളുകൾ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന ആളുകളുടെ മേൽ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എങ്കിലും ഒന്ന് നോക്കണ്ടേ? ഇവിടെ ഏറ്റവും വലിയ പരിപാടികൾ, യുക്തിവാദ പരിപാടികൾ എന്ന പേരിൽ നടക്കുന്ന പരിപാടികളിൽ പോലും, ഞാനത് യുക്തിവാദി പരിപാടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങനെ നടക്കുന്ന പരിപാടികളിൽ പോലും മാക്സിമം ഒരു 10,000 15,000 പേരോ പങ്കെടുത്താലായി, അത്രയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ മേൽ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നു ഒരു മര്യാദയും ഇല്ലാതെ ഒരു ചാനലിൽ ഇരുന്ന് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ പറയുന്നത്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. രാഹുൽ ഈശ്വർ നേരത്തെ സൂചിപ്പിച്ച, അല്ലെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മുംബൈയിലെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു യുക്തിവാദി കളയുന്നത് അയാളുടെ ജീവനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനെ വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മതത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, നിഷേധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, വിശ്വാസ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ് യുക്തിവാദികൾ നടക്കുന്നത്. ഇപ്പം അല്ലാതെ നമുക്ക് എപ്പോഴാണ് ഒന്നും പറയാൻ പറ്റുക? ഇപ്പം നേരത്തെ തുടങ്ങിയ സമയത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞു നമുക്ക് മരണത്തെ വെച്ചിട്ട് ഈ പ്രത്യയശാസ്ത്രം പറയണോ എന്നുള്ളത്. എപ്പോഴാണ് നിങ്ങളൊന്ന് കേൾക്കുക? നിങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഈ ഇവരുടെ ഒരു യഥാർത്ഥമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, റീഫോംസ് എന്ന് പറയുന്നത് ഉണ്ടാകാൻ എളുപ്പം, അത് വളരെ പതുക്കെ മാത്രമേ താഴെത്തട്ടിലേക്ക് എത്തുള്ളൂ. പക്ഷേ അത് മുകളിൽ നിന്ന് തുടങ്ങാം, താഴെ നിന്ന് തുടങ്ങുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇപ്പം ഇതുപോലെ തന്നെ ഈ പറഞ്ഞ 1 ലക്ഷത്തോളം അവിടുത്തെ അടിച്ചുകൂടിയ 1 ലക്ഷത്തോളം മനുഷ്യരെ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇദ്ദേഹം വെറും ഒരു മനുഷ്യനാണെന്നും ഇദ്ദേഹം ആൾദൈവമല്ലാന്നും പിടിക്കപ്പെടുന്നതിന് ശേഷം കള്ളനാവും, ഇപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നതിനേക്കാൾ എളുപ്പം നിയമങ്ങൾ കൊണ്ട് ഇടപെടുകയും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് നല്ലത്. അത് മാത്രമല്ല, അങ്ങനെ അവരുടെ ജീവന സ്വത്തിനും സുരക്ഷ ഉറപ്പു നൽകാനുള്ള ബാധ്യത ഇന്ത്യയിലെ ഭരണകൂടത്തിന്, അതേത് ഭരണകൂടമായാലും അവർക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. ശരി, രാഹുൽ ഈശ്വർ, ഈ നിയമം കൊണ്ട് ആൾദൈവങ്ങളെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ നിയമം വന്നത്, കേരളത്തിൽ നിയമം ഒന്നും ഇല്ല. കേരളത്തിൽ ഏത് ആൾദൈവത്തിനാണ് ആ നിയമം എതിരാവുക? കുറഞ്ഞ പക്ഷേ യുക്തിവാദികളുടെ ദൈവത്തിന് എന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ച യുക്തിവാദികളുടെ ദൈവത്തിനെ പോലും നിയന്ത്രിക്കാൻ കഴിയില്ല നിയമം കൊണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ നല്ല ആൾദൈവം ചീത്ത ആൾദൈവം എങ്ങനെ വേർതിരിക്കും? 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇതിൽ 2 യാർഡ് സ്റ്റിക്സേ പോസിബിൾ ഉള്ളൂ. ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ അഥവാ സാമ്പത്തിക ചൂഷണം, അതിനെ നമുക്ക് നിർവചിക്കാം. ലൈംഗിക ചൂഷണം, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. ഈ 2 കാര്യങ്ങൾ. ഇപ്പോൾ മഹാരാജ എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യയിലെ ആദ്യ ലൈബൽ കേസ് എന്ന് പറഞ്ഞ ഗംഭീരമായ കേസുണ്ട്. അതായത് വൈഷ്ണവ സെക്റ്റിൽ പിറന്ന ഒരു സന്യാസി ഇതേപോലെ ലൈംഗിക ചൂഷണം, അവിടുത്തെ സ്ത്രീകൾ അറിഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യപ്പെടുകയാണ്. അതിനെതിരെ ഒരാൾ പോരാടിയാണ്. അമീർ ഖാന്റെ മോനൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഗംഭീരമാണ്. ഗാന്ധിജി വൈഷ്ണവനാണ്. നേരത്തെ ശ്രീ പ്രശാന്ത് പറയുകയുണ്ടായി എല്ലാ സന്യാസിമാരും ഫ്രോഡാണെന്ന്. ഗാന്ധിജി ഫ്രോഡാണോ? ഇന്ത്യ കണ്ട സബർമതി ആശ്രമത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന യുഗപുരുഷനായ യേശുവിനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനും തുല്യനായ മഹാത്മാഗാന്ധി ഫ്രോഡാണോ? സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഫ്രോഡാണോ? അപ്പൊ എല്ലാവരെയും അടിച്ച് ആക്ഷേപിക്കരുത്. 2-3 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ നിജേഷ് അരവിന്ദ് ഓർക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഞാൻ ദത്താത്രേയ ഗോത്രത്തിൽ പറഞ്ഞ ബ്രാഹ്മണനാണ് എന്ന് പറയുന്നതാണ്. രാഹുൽ ഈശ്വർ കശ്യപോ രാഹുൽ ഗാന്ധി എവിടെയാണ് രാഹുൽ ഈശ്വർ അത് പറഞ്ഞത്? അല്ല, അങ്ങനെ പറഞ്ഞു പോലെ താൻ ദത്താത്രേയ ബ്രാഹ്മണനാണ് എന്ന് രാഹുൽ ഗാന്ധി എവിടെയാണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? എവിടെ? രാഹുൽ ഗാന്ധി എവിടെ പറഞ്ഞു? രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം എവിടെയാണ് അത് പറഞ്ഞത്? രാഹുൽ ഗാന്ധി അല്ലല്ലോ, ഒരു നിമിഷം. രാഹുൽ ഗാന്ധി തന്റെ വായിലൂടെയോ പ്രവൃത്തിയിലൂടെയോ എഴുത്തിലൂടെ എവിടെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അത് പറയൂ. താൻ ബ്രാഹ്മണനാണ് എന്ന് രാഹുൽ ഗാന്ധി എവിടെയാണ് പറഞ്ഞത്?
ഞാൻ കൃത്യമായി പറയാം. അദ്ദേഹം പറഞ്ഞിട്ടില്ല. നവംബർ 27, 2018. ഞാൻ ഡേറ്റും കൂടെ പറയല്ലേ, അങ്ങേക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ല, ആരോടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? നവംബർ 27, 2018 പുഷ്കർ അമ്പലത്തിൽ പോകുമ്പോൾ രാഹുൽ ഗാന്ധി സ്വയം അവിടുത്തെ പൂജയ്ക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദത്താത്രേയ ഗോത്രത്തിൽപ്പെട്ട കാശ്മീരി ബ്രാഹ്മണനാണെന്ന് അതിനൊരു തെറ്റുമില്ല. രാഹുൽ ഈശ്വർ ബ്രാഹ്മണനായത് രാഹുൽ ഈശ്വർ തെറ്റല്ല. ഞാൻ കല്യാണം കഴിച്ച ഒരു നായരെയാണ്. അല്ല, രാഹുൽ ഗാന്ധി സ്വയം രാഹുൽ ഈശ്വർ പറയുന്ന പോലെ ഞാൻ ബ്രാഹ്മണനാണ് എന്ന് സമൂഹത്തോട് രാഹുൽ ഗാന്ധി അവിടെ വിളിച്ചു പറഞ്ഞത് അമ്പലത്തിൽ പോയപ്പോൾ വല്ല നാളോ തീയതിയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ ഞാൻ ബ്രാഹ്മണനാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ രാഹുൽ ഗാന്ധി? ശ്രീ അജിൻസേ ബ്രാഹ്മണനാണെന്ന് പറയുന്ന അല്ല തെറ്റ്, ബ്രാഹ്മണിക്കൽ ആയി ജാതീയമായ ശ്രേണി തിരിക്കുന്നതാണ് തെറ്റ്. ബ്രാഹ്മണനാണെന്നോ ഹിന്ദു ആണെന്നോ പറയുന്നത് തെറ്റാന്ന് കരുതുന്നത് നെഹ്റൂവിയൻ സെക്കുലറിസം ആണ്. അങ്ങനെയല്ല വേണ്ടത്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ബ്രാഹ്മണനായ നമ്മുടെ രാജഗോപാലാചാര്യാണ്. ഗാന്ധിജിയെ കൊന്നത് ബ്രാഹ്മണനായി ജനിച്ച ബ്രാഹ്മണിക്കൽ തീവ്രവാദിയായ ഗോഡ്സെയാണ്. നിങ്ങൾ ഈ ജാതി മതവും ഇല്ലാതാക്കാൻ നോക്കരുത്. അത് ലെഫ്റ്റ് ലിബറൽ പദ്ധതിയാണ്, അത് നടക്കില്ല. പകരം ഗാന്ധിജി പറഞ്ഞതുപോലെ ഹാർമണൈസേഷൻ, അതായത് ശ്രീ അംബേദ്കറിന്റെ ലൈൻ അനൈലേഷൻ ഓഫ് കാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ജാതി സ്വത്വങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഗാന്ധിജിയുടെ ലൈൻ ഹാർമണൈസേഷൻ ഓഫ് കാസ്റ്റ് ആണ്. ഗാന്ധിജി ഇതെല്ലാം അല്ലെങ്കിൽ ഇതെല്ലാം ജാതീയത നിലനിൽക്കട്ടെ എന്നല്ല. ഗാന്ധിജി അതുകൊണ്ടാണ് ബീഹാറിൽ ഭൂകമ്പം ഉണ്ടാവുമ്പോൾ അവിടുത്തെ സാധാരണക്കാരോട് പറയുന്നത് നമ്മളുടെ ഈ ജാതീയത കാരണം, അൺടച്ചബിലിറ്റി കാരണം ദൈവം തന്ന ശിക്ഷയാണെന്ന്. അതിന് ടാഗോർക്ക് ഗാന്ധിജിയെ വിമർശിക്കുന്നുണ്ട്. ഗാന്ധിജി ആലങ്കാരികമായി പറയുകയാണ് ഗാന്ധിജി ബനിയയാണ്, ഗാന്ധിജി ഒരു സവർണ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. അനിഹിലേഷൻ കാസ്റ്റ് അതൊക്കെ വലിയ വിഷയമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. രാഹുലിന്റെ ജാതി സ്വത്തം മൂലം രാഹുലിന് ലഭിക്കുന്ന പ്രിവിലേജ് ഇല്ലായിരുന്നെങ്കിൽ രാഹുൽ ഒരിക്കലും ഇങ്ങനെ പുട്ടിന് പേരിടുന്ന പോലെ ഇത് പറയില്ലായിരുന്നു. അതാണ് എന്റെ കാര്യം. അത്രേ ഉള്ളൂ. ഈ എല്ലാ സ്വത്വങ്ങൾക്കും ഒറ്റ വരിയിൽ തീർക്കാം. എല്ലാ സ്വത്വങ്ങൾക്കും അങ്ങനെയാണ് നമ്മുടെ പിന്നോക്കക്കാർക്ക് റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വന്നത്. വ്യത്യസ്ത ഇപ്പം മുസ്ലിം റിസർവേഷനെ, ആന്ധ്രയിലൊക്കെയുള്ള മുസ്ലിം റിസർവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. റിസർവേഷൻ താഴ്ത്തിക്കെട്ടല്ലേ രാഹുൽ? അങ്ങനെ പറയല്ലേ. നിങ്ങൾ വലിയ ബുദ്ധിയുള്ള ആളാണ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കോട്ട് ചെയ്യുന്നു, അതൊക്കെ അംഗീകരിച്ചു. പക്ഷേ ഇത് ശരി അല്ല അജിൻസ്, അത് ശരിയല്ല. വളരെ നന്ദി. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഒരു ദുരന്തത്തിന് മുഖത്ത് ഞാൻ തർക്കത്തിന് പറയുന്നതല്ല, അത് റോങ് മെസ്സേജ് ആണ്. റിസർവേഷൻ ഇതുകൊണ്ടുണ്ടായതല്ല, റോങ് മെസ്സേജ് ആണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇത്രയും സംസാരിച്ചതിന്